അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. എല്ലാവർക്കും NIOSൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് NIOS +2 അറബിക് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1ൻ്റെ ആക്ടിവിറ്റീസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി കുറച്ച് പറയുകയുണ്ടായി. ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊന്നും കൂടി ചുരുക്കി പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചേ? മാ അജ്മലൽ ലിയാ എന്നുള്ള പാഠമായിരുന്നു പഠിച്ചത്. അതിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യത്തെ നമ്മൾ അറബിയിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് മാ അജ്മല അല്ലെങ്കിൽ മാ എന്നുള്ള വാക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നൊരു പേരാണ് ഫിയോലു തഅജ്ജുബ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാണ്. അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യത്തെ കുറിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫിയോലു തഅജ്ജുബ് എന്നുള്ളത്. ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് 2022 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കാം. ഈ പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് മാ അജ്മല സമാ ഹാദിഹിൽ ജുംലത്ത് തുഅബ്ബിറു അൻ. മാ അജ്മല സമാ എന്നുള്ള വേർഡ് ഈ ഓപ്ഷന് കൊടുത്തിട്ടുള്ള ഏതുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കണേ. അപ്പോൾ ഓപ്ഷൻ എ അൽ അമ്ര, ഓപ്ഷൻ ബി അൻ നഫി, ഓപ്ഷൻ സി അത്ത് തഅജ്ജുബ്, ഓപ്ഷൻ ഡി അൻ നഹി. ഏതാണ് ആൻസർ വരിക? നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പഠിച്ചു അത്ഭുതകരമായിട്ടുള്ള കാര്യം പറയാൻ നമ്മൾ മാ അജ്മല എന്ന് ഉപയോഗിക്കുന്നു പറഞ്ഞു. അതിന് നമ്മൾ വിളിക്കുന്നൊരു പേരാണ് തഅജ്ജുബ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇതിൽ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ സി അത്ത് തഅജ്ജുബ്. ഇനി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് പോവാം. ഫസ്റ്റിലെ ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആൻസർ നമ്മൾ താഴെ വായിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കൂ കേട്ടോ. ഈ ജീം എന്നിട്ട് ശ്രദ്ധിക്കൂ. ഇംലൗൽ ഫറാ ഫമായല ബി കെലിമാത്തു മിനദ് ദർസി. ഇംലൗൽ ഫറാ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഫമായല താഴെ കൊടുത്തത്. ബി കെലിമാത്തു മിനദ് ദർസി എന്ത് പാഠത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് താഴെ കൊടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറയണേ. അതിൽ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താണ്? മാ അ ഡേഷ് അല്ലിയാ. അപ്പോൾ എന്താ ആൻസർ വരിക? നമുക്കറിയാം നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ എന്താണ്? മാ അജ്മല ലിയാ. അപ്പോൾ അവിടെ അജ്മല എന്നുള്ള ആൻസറാണ് വരിക. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അത്തുയൂറു ഡാഷ് ബിന്നൂരി. എന്താണ് അത്തുയൂറു ഡാഷ് ബിന്നൂരി എന്നുള്ളിടത്ത് എന്താ ആൻസർ വരിക? അത്തുയൂറു തുഷക്ഷിക്കു ഫർഹാനത്തം ബിന്നൂരി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ന്യൂസൊല്ലി. നമുക്കറിയാം നമ്മുടെ പാഠത്തിൽ നടുക്ക് വരുന്നൊരു ആൻസർ ആയിരുന്നു ന്യൂസൊല്ലി കുല്ലു സുബ്ഹ് വ മസാ. ആൻസർ കിട്ടിക്കാണോ അല്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അർ റജുലുൽ കബീർ യഖൂലു ഫി സുറൂരി. നമുക്കറിയാം എല്ലാ വരിയിലും വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഒരു വരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർ റജുലുൽ കബീർ യഖൂലു ഫി സുറൂരി മാ അജ്മല ലിയാ. അപ്പോൾ അവിടെ ആൻസർ എന്താണ്? മാ അജ്മല ലിയാ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. അൻത ഡേഷ് ലന ഡേഷ്. അപ്പോൾ എന്താ ആൻസർ വരിക? അൻത സവ്വൈത്ത ലെനൽ അർല. അൻത സവ്വൈത്താണ്, സെവ്വൈത്ത എന്നാണ് ഇവിടെ ആൻസർ വരിക. പിന്നെ ലെനൽ അർല. ഇതിൻ്റെ ആൻസർ ഞാനിവിടെ താഴെ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടാകുമ്പോൾ ഇതൊന്ന് എഴുതിയെടുത്ത് മനസ്സിലാക്കുക കേട്ടോ. ഇതിന് ആൻസർ കൊടുത്തുക്കണം. മാ ഇംലൗൽ ഫറാവു ഫമായല ബി കെലിമാത്തു മിനദ് ദർസി. നമ്മളെ ക്വസ്റ്റ്യൻ കൊടുത്തു. പിന്നെ മാ അജ്മല ലിയാ ഒന്നാമത്തെ ആൻസർ. അതിൻ്റെ മീനിങ് എന്ത് ഭംഗിയുള്ള പ്രകാശം. ഈ രണ്ടാമത്തെ ആൻസർ വരുന്നത് തുഷക്ഷിക്കു ഫർഹാനത്തം പിന്നൂരി. പക്ഷികൾ എന്താണ്? ചിലക്കുന്നു. ഫർഹാനത്തം പിന്നൂരി പ്രകാശത്തിൻ്റെ സന്തോഷത്താൽ. മൂന്നാമത്തെ ആൻസർ നുസൊല്ലി കുല്ലു സുബ്ഹ് വ മസാ. നുസൊല്ലി ഞങ്ങൾ നമസ്കരിക്കുന്നു. കുല്ലു സുബ്ഹ് വ മസാ എല്ലാ രാവിലെയും വ മസാ വൈകുന്നേരവും. നാലാമത്തെ ആൻസർ അർ റജുലുൻ കബീർ പുരുഷൻ പറയുന്നു, വലിയ പുരുഷൻ പറയുന്നു. യഖൂലു ഫി സുറൂർ അദ്ദേഹം എന്താണ്? സന്തോഷത്തിൽ പറയുന്നു. മാ അജ്മല ലിയാ എന്തു ഭംഗിയുള്ള പ്രകാശം. പിന്നെ അടുത്ത ആൻസർ അൻത സവ്വൈത്തു ലനൽ അർല. അൻത നീ സവ്വൈത്തു ഞങ്ങൾക്ക് ആക്കി തീർത്തു, ലന ഞങ്ങൾക്ക് അൽ അർല ഭൂമിയെ. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇവിടെ ഈ ദാല് നേടിയ ആക്ടിവിറ്റി ശ്രദ്ധിക്കൂ. ഇസ്താദമൽ കെലിമാത്തു താലിയ ഫി ജുംലിക. ഇസ്താദമ ഉപയോഗിക്കുക, അൽ കെലിമാത്ത് പദങ്ങൾ, താലിയ താഴെ കൊടുത്ത, ഫി ജുംലിക എന്താണ്? ജുംലയിൽ പ്രയോഗിക്കാനാണ്. ഈ താഴെ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ച്
ജുംല ഉണ്ടാക്കാനാണ്. അതായത് ഒന്നാമത്തെ എന്താണ് ലിയാ ആ, നമുക്കറിയാം ലിയാ എന്ന് പറഞ്ഞാൽ വെളിച്ചം. ഇഹ്തസ, ഇഹ്തസ പറഞ്ഞാൽ കുലുങ്ങിന്നുണ്ട്, പിന്നെ വളർത്തി എന്നുള്ള അർത്ഥമുണ്ട്. അബ്ദ, അബ്ദ പറഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തുന്ന. ജദുവല് തോട്, ജമീല് ഭംഗി. ഈ വാക്കുകൾ ഒക്കെ ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. എല്ലാവരും ആദ്യം സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് ഈ ആൻസർ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇസ്താദമൽ കെലിമാത്ത് താരിയ ഫി ജുംലക്ക, താഴെ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഒന്നാമത്തെ എന്തായിരുന്നു അല്ലിയ എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ മാ അജ്മൽ അല്ലിയ നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താണ് ഇഹ്തസത്തിൽ അർള, എന്താണ് ഭൂമി കുലുങ്ങി അല്ലെങ്കിൽ ഭൂമി ഉൽപ്പാദിപ്പിച്ചു. പിന്നെ മൂന്നാമത്തെ എന്തായിരുന്നു അബ്ദ, ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു അല്ലേ മൂന്നാമത്തെ. അപ്പം അബ്ദ അല്ലാഹു ലി ഖലഖ സമാവാതി വല്ലർള്, അബ്ദ പറഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തി അല്ലാഹു, അല്ലാഹു ആശ്ചര്യപ്പെടുത്തി ലി ഖലഖ സൃഷ്ടിച്ചുകൊണ്ട്, സമാവാതി വല്ലർള് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചുകൊണ്ട് അല്ലാഹു അമ്മയെ ആശ്ചര്യപ്പെടുത്തി. പിന്നെന്താണ് ആ ജദുവൽ എന്നായിരുന്നു അടുത്ത വാക്ക്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കി. എജിരി അൽ ജദുവൽ, എജിരി പറഞ്ഞാൽ ഒഴുകുന്നു, അൽ ജദുവൽ തോട്, അപ്പോൾ തോട് ഒഴുകുന്നു. പിന്നെ എന്തായിരുന്നു ജമീൽ എന്ന് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അൽ വലതും ജമീലും എഴുതി. കുട്ടി എന്താണ് ഭംഗിയുള്ളതാണ്. നമുക്ക് പിന്നെ എന്തെങ്കിലും ഉപയോഗിച്ചപ്പോൾ പൂവാണെങ്കിലും അങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റിലെ ആക്ടിവിറ്റി ആട്ടോ. എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ പറഞ്ഞു പോണത്. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി എന്തായാലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണിത്. അതായത് നമ്മൾ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മിനൽ അറബിയ ഇലൽ ഇംഗ്ലീജിസിയ അവിൽ ഉർദിയ, അതായത് താഴെ കൊടുത്ത അറബി ഇംഗ്ലീഷിലേക്ക് ആക്കാനാണ് പറയണത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാ അജ്മല ഹാദിയിൽ മദീന, എന്തു ഭംഗിയുള്ള പട്ടണം. രണ്ടാമത്തത് മാ അഹ്സന ഹാദർ റജുൽ, എന്തു നല്ല പുരുഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാ അസ് അബ സ്വാൽ, എന്ത് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയും. 4 അസ്രി അബിൽ കിത്താർ, തീവണ്ടി എത്ര വേഗത്തിലാണ്. 5 അൻഫ്യു ബിദ്ദവാ, ഈ മരുന്ന് വളരെ ഉപകാരപ്രദമുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എന്താണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മാ അജ്മല ഹാദിയിൽ മദീന. അതിൻ്റെ ആൻസർ എന്താ വരിക, അതിൻ്റെ ട്രാൻസ്ലേഷനാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ സിറ്റി, അതായത് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് വാട്ട് എ ബ്യൂട്ടിഫുൾ സിറ്റി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മാ അഹ്സനു ഹാദർ റജുൽ, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിരുന്നു. അതിൻ്റെ ആൻസർ ഹൗ ഗുഡ് ദിസ് മാൻ ഈസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മാ അസ് അബ അസ്വാൽ, അപ്പോൾ അതിൻ്റെ ആൻസർ വാട്ട് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തത് അസ്രി അബിൽ കിത്താർ, അതായത് ട്രെയിനിന് എത്ര വേഗത്തിൽ, ഹൗ ഫാസ്റ്റ് ദ ട്രെയിൻ ഈസ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യന് അൻഫ്യോ ബിദ്ദവ എന്നായിരുന്നു, വാട്ട് എ യൂസ്ഫുൾ മെഡിസിൻ എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആരും എക്സാമിന് പഠിക്കാതെ പോകരുത് കേട്ടോ. എല്ലാ പാഠത്തിലും ഉണ്ട് ഇതുപോലെ കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും എക്സാമിന് വരാതിരിക്കില്ല. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മിനൽ ഇംഗ്ലീസിയ ഇലൽ അറബിയ, എന്താണ് ഇംഗ്ലീഷിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനാണ് പറയണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഹൗ ഫാസ്റ്റ് ദ ട്രെയിൻ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. മൂന്നാമത്തെ വാട്ട് എ ബ്യൂട്ടിഫുൾ സ്പ്രിംഗ്. 4 ഹൗ ഈസി ദ പേപ്പർ ഈസ്. ഇത് നമ്മൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഞ്ചാമത്തെ ഹൗ പെർഫെക്റ്റ് ദ മാൻ ഈസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഹൗ ഫാസ്റ്റ് ദ ട്രെയിൻ, അതിൻ്റെ അറബി എഴുതാനായിരുന്നു. അപ്പോൾ അസ്രി അ ബിൽ കിത്താർ എന്നാണ് അതിൻ്റെ അറബിക്ക് മീനിങ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വാട്ട് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, എന്തു ഭംഗിയുള്ള പൂന്തോട്ടം എന്നായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യന്. അതിൻ്റെ അറബി എന്താണ് യാ ലഹാമീൻ ഹദീഖത്തുൻ ജമീല. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഹദീഖത്തുൻ ജമീല എങ്കിലും എഴുതി വെക്കൊണ്ടു.
മൂന്നാമത്തേത് എന്താണ്? വാട്ട് എ ബ്യൂട്ടിഫുൾ സ്പ്രിംഗ് എന്നാണ്. അപ്പോൾ യാ ലഹൂമി റബിഉൻ ജമീൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഈസി ദ പേപ്പർ ഈസ്. എന്തൊരു ഈസി ആയിട്ടുള്ള പേപ്പറാണെന്നാണ്. അപ്പോൾ എന്താണ്? മൊദൽ സുഹൂലത്തു വറക്കാത്ത്. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ പെർഫെക്റ്റ് ദ മാൻ ഈസ്. എന്തൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്ന്. അതിൻ്റെ അറബിക് വേർഡ് എന്താണ്? അറബിക് മീനിങ് മാ അഹ്സനു ഹാദർ റജുല്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് എക്സാമിന് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇതാരും പഠിക്കാതെ പോകരുത്. എല്ലാ പാഠത്തിലും ഇതുപോലൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ എക്സാം പേപ്പറും ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസുകളൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പുതിയ പാഠം തുടങ്ങാം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.